السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد أشرف الأنبياء والمرسلين وعلى آله وأصحابه أجمعين. أما بعد. സ്നേഹാദരണീയരായ സഹോദര സഹോദരിമാരെ, 11-12-2020 ഖൈറുന്നാസി അംഫഉഹും ലിന്നാസ്, ജനങ്ങളിൽ ഏറ്റവും നല്ലവൻ ആളുകൾക്ക് ഏറ്റവും ഉപകാരങ്ങൾ ചെയ്യുന്നവനാണ് എന്നതാണ് ജുമുഅ ഖുതുബയുടെ പ്രമേയം. ആമുഖമായി അള്ളാഹുവിനെ വഴിപ്പെടുവാനും അവനെ നിരീക്ഷിച്ചുകൊണ്ട് ജീവിക്കുവാനും എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു പറഞ്ഞു, വതആവനൂ അലൽ ബിർരി വത്തഖ്വ, നന്മയിലും അള്ളാഹുവിനോടുള്ള ഭക്തിയിലും നിങ്ങൾ പരസ്പരം സഹകരിക്കുക. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിവിധ പ്രവാചകന്മാരുടെ ജീവചരിത്രങ്ങൾ, കഥകൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ആ കഥകൾ നമ്മളുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറുന്നതിനും അവയിൽ നിന്നുള്ള പാഠം ഉൾക്കൊള്ളുന്നതിനും വേണ്ടിയാണ് അള്ളാഹു അങ്ങനെ ചെയ്തിരിക്കുന്നത്. അള്ളാഹു തന്നെ പറഞ്ഞിട്ടുണ്ട്, ലഖദ് കാന ഫീ ഖസസിഹിം ഇബ്റത്തുൽ ലിഉലിൽ അൽബാബ്, ബുദ്ധിമതികളായ ആളുകൾക്ക് പ്രവാചകന്മാരുടെ ചരിതങ്ങളിൽ മഹത്തായ ഗുണപാഠങ്ങളുണ്ടെന്ന്. വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്ന അത്തരം കഥകളിൽ ശ്രദ്ധേയമായ ഒന്ന് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ചരിത്രമാണ്. അള്ളാഹു പറയുന്നു, വലമ്മാ വറദ മാഅ മദിയന വജദ അലൈഹി ഉമ്മതൻ മിനന്നാസി യസ്ഖൂൻ. മൂസാ നബി യാത്ര ചെയ്ത് മദിയൻ പ്രദേശത്തെത്തിയപ്പോൾ അവരുടെ ജലസ്രോതസ്സിനു ചുറ്റും ഒരു കൂട്ടം ആളുകളെ അദ്ദേഹം കാണാനിടയായി. അവർ തങ്ങളുടെ മൃഗങ്ങൾക്ക് പാനജലം നൽകുകയാണ്. വവജദ മിൻ ദൂനിഹിം ഇംറഅതൈനി തദൂദാൻ, അവരുടെ സമീപത്തായി 2 സ്ത്രീകളും നിൽക്കുന്നത് അദ്ദേഹം കാണാനിടയായി. ഖാല മാ ഖത്ബുകുമാ, സമൂഹത്തിൽ നിന്ന് അകന്നു നിൽക്കുന്ന ആ സ്ത്രീകളുടെ സമീപത്തു ചെന്ന് അദ്ദേഹം ചോദിച്ചു, നിങ്ങളുടെ കാര്യം എന്താണ്? ഖാലതാ ലാ നസ്ഖി ഹത്താ യുസ്ദിറ അർരിആ, ഇടയന്മാർ അവരുടെ മൃഗങ്ങൾക്കു ജലം നൽകി അകന്നുപോയാലല്ലാതെ ഞങ്ങൾ ഞങ്ങളുടെ ആടുകൾക്ക് ജലം നൽകാൻ അങ്ങോട്ടു പോകാറില്ല. വ അബൂനാ ശൈഖുൻ കബീർ, ഞങ്ങൾ ഈ കർമ്മം ചെയ്യാൻ വന്നതിൻ്റെ സാഹചര്യം തന്നെ ഞങ്ങളുടെ പിതാവ് ഒരു വയോവൃദ്ധനാണ് എന്നതുകൊണ്ടാണ്. ഫസഖാ ലഹുമാ, ആ സംഭവം കേൾക്കേണ്ട താമസം മൂസാ നബി അവർക്ക് വേണ്ട പാനജലം സ്വന്തമായി കിണറ്റിൽ നിന്നെടുത്ത് അവർക്ക് നൽകുകയാണ്. പരോപകാരത്തിലേക്ക്, അന്യൻ്റെ നന്മയിലേക്ക് അതിവേഗം കടന്നു വരുന്നതിൻ്റെ ഉദാത്തമായ ഒരു മാതൃകയാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇവിടെ നമുക്ക് കാണിച്ചു തരുന്നത്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, ഖൈറുന്നാസി അംഫഉഹും ലിന്നാസ്, ജനങ്ങളിലെ ഏറ്റവും ഉത്തമൻ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരമുള്ളയാളാണെന്ന്. അഥവാ അള്ളാഹുവിൻ്റെ ഏറ്റവും ആദരണീയനായ സൃഷ്ടി ഏതൊരാൾക്കാണോ അള്ളാഹു കൂടുതൽ ജനങ്ങൾക്ക്, അപരർക്ക് നന്മ ചെയ്യാൻ തൗഫീഖ് നൽകുന്നത് അവനാണ് എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഉപകാരം ചെയ്യുക എന്നതുപോലെ ആളുകൾക്ക് വന്നുപെട്ട ഒരു ബുദ്ധിമുട്ടിൽ അവരെ സഹായിക്കുന്നതും അപ്രകാരം തന്നെയാണ്. ഇന്ന് ഈ രാജ്യത്ത് വിവിധ സംവിധാനങ്ങളിലൂടെയും സംഘടനകളിലൂടെയും അതിമഹത്തരമായ സേവന പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളെ നാം ഈ സമയത്ത് ഓർമ്മിക്കുകയാണ്. അവർ നമുക്ക് വലിയ മാതൃകയാണ്. അവരെ പിന്തുടർന്ന് നമ്മളും ഇതരരെ അന്വേഷിച്ചു കൊണ്ടിരിക്കണം. അവരുടെ ക്ഷേമവും ഐശ്വര്യവും അവരെ സഹായിക്കുവാനുള്ള അവസരവും നാം കണ്ടെത്തിക്കൊണ്ടിരിക്കണം. സാമൂഹിക ഉദ്യമങ്ങളിൽ, സേവന പ്രവർത്തനങ്ങളിൽ നാം മുന്നോട്ട് കടന്നു വരേണ്ടതുമുണ്ട്. അള്ളാഹുവിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടും അവൻ്റെ സഹായം പ്രതീക്ഷിച്ചുകൊണ്ടും രാജ്യത്തിനും രാജ്യത്തെ ജനങ്ങൾക്കും വേണ്ടി
നമ്മളാലാവുന്ന സേവന പ്രവർത്തനങ്ങളിൽ നാം വ്യാപൃതരാവേണ്ടതുണ്ട്. അള്ളാഹു അവൻ്റെ അടിമകൾക്ക് ഉപകാരം ചെയ്യാൻ സാധിക്കുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ എന്നീ സമയത്ത് നാം പ്രാർത്ഥിക്കുകയാണ്. സഹോദരങ്ങളെ, മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുക എന്നത്, അന്യൻ്റെ കാര്യനിർവഹണത്തിനായി നാം ശ്രമം നടത്തുക എന്നത് അത്യുത്തമമായ ആരാധനയും മഹത്തരമായ കർമ്മവുമാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ അതിനാഹ്വാനം ചെയ്യുകയും അത്തരം കർമ്മങ്ങളിൽ വ്യാപൃതരാവാൻ നമ്മെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അവിടുന്ന് പറഞ്ഞു, അഹബ്ബുന്നാസി ഇലല്ലാഹി തആല അൻഫഉഹും ലിന്നാസ്. ജനങ്ങളിൽ അള്ളാഹു ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നവൻ, ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരം ചെയ്യുന്നവനാണ്. വഅഹബ്ബുൽ അഅ്മാലി ഇലല്ലാഹി തആല. അതേസമയം അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള കർമ്മം, അള്ളാഹുവിന് ഏറ്റവും പ്രിയങ്കരമായ കർമ്മം എന്ന് പറയുന്നത് സുറൂറുൻ തുദ്ഖിലുഹു അലാ മുസ്ലിം. തൻ്റെ സഹോദരന് നാം പകർന്നു നൽകുന്ന ഒരു സന്തോഷമാണ്. ഔ തക്ഷിഫു അൻഹു കുർബ, അല്ലെങ്കിൽ അവൻ്റെ ഒരു ബുദ്ധിമുട്ടിന് നാം നൽകുന്ന ശമനവും പരിഹാരവുമാണ്. ഔ തഖ്ലീ അൻഹു ദൈന, അല്ലെങ്കിൽ അവൻ്റെ ഒരു കടം നാം വീട്ടിക്കൊടുക്കുന്നതാണ്. ഔ തത്റുദു അൻഹു ജുഅ, അല്ലെങ്കിൽ അവൻ്റെ പട്ടിണിയെ നാം ഇല്ലായ്മ ചെയ്യുന്നതാണ്. തുടർന്ന് പ്രവാചകർ പറഞ്ഞു, വല അൻ അംശിയ മഅ അഖീ ഫീ ഹാജ. എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ ഒരു കാര്യനിർവഹണത്തിനു വേണ്ടി അവൻ്റെ കൂടെ പോയി കൊടുക്കുന്നത് അഹബ്ബു ഇലയ്യ മിൻ അൻ അഅ്തകിഫ ഫീ ഹാദൽ മസ്ജിദി ശഹ്റ. എൻ്റെ ഈ മദീനത്തെ പള്ളിയിൽ ഒരു മാസക്കാലം അള്ളാഹുവിനെ ഓർത്തിരിക്കുന്നതിനേക്കാൾ, ഇഅ്തികാഫിരിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടവും പ്രിയങ്കരവുമാണ് എന്ന് വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.